ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൺ ഫോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പുറത്തു നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന അതേ ടേസ്റ്റോടു കൂടിയ ഒരു ചിക്കൻ ഷവർമ തയ്യാറാക്കാം. ഞാൻ ഹസീന നാസർ. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. മുതിർന്നവരും കുട്ടികളും എല്ലാം ഇഷ്ടത്തോടെ കഴിക്കുന്നതാണല്ലോ ഷവർമ. ഷവർമയ്ക്ക് ആവശ്യമായ മയോണീസ് ഉണ്ടാക്കുന്ന വിധവും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഹെൽത്തി ആയിട്ടും ടേസ്റ്റോടും കൂടി എങ്ങനെ ഷവർമ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. ഞാൻ ഷവർമയ്ക്കായിട്ട് 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കനെല്ലാം ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് പീസാക്കി എടുത്തിരിക്കുന്നത്. കഴുകി ക്ലീനാക്കിയ ചിക്കൻ ഒരു സ്റ്റെയിനറിൽ വെച്ച് വെള്ളമെല്ലാം പോയതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും 1/2 ടീസ്പൂൺ കസ്തൂരി മേത്തിയും 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ വിനാഗിരിയും 1 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഇനി കൈകൊണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. വിനാഗിരിയും തൈരുമെല്ലാം ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റും ജ്യൂസിയുമായിട്ട് കിട്ടും. ഇത് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിത് 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. ഒരു വശം മൂത്ത് വന്നു കഴിയുമ്പോൾ ചിക്കൻ എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ എണ്ണയിലിട്ട് ഒത്തിരി നേരം ഫ്രൈ ചെയ്ത് ഹാർഡാക്കരുത്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വേണം കിട്ടാനായിട്ട്. അങ്ങനെ സോഫ്റ്റായിട്ട് കിട്ടുന്ന ചിക്കൻ കൊണ്ടുള്ള ഷവർമയാണ് കഴിക്കാൻ ടേസ്റ്റ്. ചിക്കൻ്റെ ഉൾവശം വെന്ത് കിട്ടാനായിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട്. ചിക്കൻ്റെ 2 വശവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്ത ബാച്ച് ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രൈ ചെയ്ത ചിക്കൻ എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ മുറിച്ചെടുക്കണം. അടുത്തതായിട്ട് ഇനി ഷവർമയിലേക്ക് ആവശ്യമായ മയോണീസ് തയ്യാറാക്കാം. ഇതിനായിട്ട് 3 മുട്ട പുഴുങ്ങിയതെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇനിയും ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്ത മുട്ടയുടെ കഷ്ണങ്ങളെല്ലാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടേബിൾ സ്പൂൺ വിനാഗിരിയും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1/4 കപ്പ് തിളപ്പിച്ചാറ്റിയ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സിയിൽ നല്ലവണ്ണം ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. മയോണീസ് മിക്സിയിൽ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് മയോണീസിന് വേണ്ടിയത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അധികം ഓയിലോ പച്ചമുട്ടയോ ഒന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കിയ മയോണീസാണ് ഇത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ് ഇത്. ബ്രെഡിലും ചപ്പാത്തിയിലും എല്ലാം ഈ മയോണീസ് ഒന്ന് സ്പ്രെഡാക്കിയിട്ട് കുറച്ച് വെജിറ്റബിൾസും വെച്ച് കൊടുത്താൽ കുട്ടികളെല്ലാം ഇഷ്ടത്തോടു കൂടി തന്നെ കഴിച്ചുകൊള്ളും. ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഷവർമയ്ക്ക് ആവശ്യമായ കുറച്ച് വെജിറ്റബിൾസ് എടുക്കാം. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണേലും ഷവർമയിലേക്ക് എടുക്കാവുന്നതാണ്. ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ക്യാബേജും കുക്കുംബറും സവാളയും ക്യാരറ്റുമാണ്. വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഇതുപോലെ കട്ടി കുറഞ്ഞ് കുറച്ച് നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു ബൗളിലേക്ക് അരിഞ്ഞെടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ഷവർമ വേണോ അതിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണേ.
ഞാൻ എടുത്തിരിക്കുന്ന ഈ വെജിറ്റബിൾസ് കൊണ്ട് 4 ഷവർമ തയ്യാറാക്കിയായിരുന്നു. ഇതിലേക്കിനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസിലേക്ക് ആവശ്യമായ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 മുറി ലെമൺ ജ്യൂസും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കനിലും മയോണൈസിലും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നമ്മൾ തയ്യാറാക്കിയെടുത്ത മയോണൈസ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു തവിയുണ്ട് ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കിയെടുക്കാം. വെജിറ്റബിൾസും ചിക്കനും മയോണൈസും എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ആകുന്നത് പോലെ തവിയുണ്ട് ഇളക്കി കൊടുക്കണം. എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഷവർമ തയ്യാറാക്കുന്നത് കുബൂസിലാണ്. ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുബൂസ് വെച്ച് കൊടുക്കാം. കുബൂസിൻ്റെ ഒരു വശത്തെ മയോണൈസ് നല്ലവണ്ണം ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും ചിക്കനും കൂടിയുള്ള മിക്സ് കുറേശ്ശെ വെച്ച് കൊടുക്കാം. നടുക്ക് ഭാഗത്തായിട്ട് നീളത്തിലാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മയോണൈസും കൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം കുബൂസ് 2 വശത്തു നിന്നും ഇതുപോലൊന്ന് മടക്കി കൊടുക്കാം. കുബൂസ് ബട്ടർ പേപ്പറിലൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. അടിഭാഗത്തെ പേപ്പർ ഇതുപോലെ ഉള്ളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് കുബൂസ് കിട്ടിയില്ലെങ്കിൽ ചപ്പാത്തിയിലോ പൊറോട്ടയിലോ എല്ലാം ഇതുപോലെ ഷവർമ റെഡിയാക്കി എടുക്കാവുന്നതാണ്. പുറത്തുനിന്ന് നമ്മൾ വാങ്ങി കഴിക്കുന്ന ഷവർമയേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഷവർമയ്ക്ക്. മാത്രമല്ല നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മയോണൈസുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. ലൈക്കൊക്കെ വളരെ കുറവാണ്. എനിക്ക് നിങ്ങളുടെ ലൈക്കും ആവശ്യമുണ്ട്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.